റെസിപ്രോക്കേറ്റിംഗ് ഇന്റേണൽ കമ്പഷൻ, അതായത് നമ്മൾ സാധാരണ വാഹനങ്ങളിൽ യൂസ് ചെയ്യുന്ന ഒരു എഞ്ചിന്റെ പടമാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇതാണ് നമ്മുടെ വാഹനത്തിന്റെ പിസ്റ്റൺ, ഇത് കണക്റ്റിംഗ് റോഡ്, ഇതാണ് ക്രാങ്ക് ഷാഫ്റ്റ്. അത് OA എന്ന് പറയുന്നതാണ് ക്രാങ്ക് ഷാഫ്റ്റ്. സോ ഈ ക്രാങ്ക് ഷാഫ്റ്റിന്റെ റേഡിയസ് എന്ന് പറഞ്ഞ 6 നമ്മുടെ കണക്റ്റിംഗ് റോഡിന്റെ ലെങ്ത് എന്ന് പറഞ്ഞ L-മാണ്. ഇത് ഇന്നർ ഡെഡ് സെന്റർ, അതാണ് IDC എന്ന് കാണിച്ചിരിക്കുന്നത്. ഇത് ഔട്ടർ ഡെഡ് സെന്റർ, അതാണ് ODC എന്ന് കാണിച്ചിരിക്കുന്നത്. നമ്മുടെ കണക്റ്റിംഗ് റോഡ് നമുക്കറിയാം, കണക്റ്റിംഗ് റോഡും ക്രാങ്ക് ഷാഫ്റ്റും ഒരേ ലൈനിൽ വരുമ്പോഴത്തേക്ക്, അതായത് ഈ A എന്ന് പറഞ്ഞ പോയിന്റ് ഇന്നർ ഡെഡ് സെന്ററിൽ വരുവാണെങ്കിൽ നമുക്കറിയാം പിസ്റ്റണ് ഏറ്റവും മുകളിലായിരിക്കും, അതായത് TDCയിലായിരിക്കും. നമ്മുടെ ഈ ക്രാങ്ക് ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുന്നത് വെച്ചാൽ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്, അതായത് ഇങ്ങനെയാണ് ഇത് റൊട്ടേറ്റ് ചെയ്യുന്നത്. സോ ഈ ഇന്നർ ഡെഡ് സെന്ററിൽ നിന്ന് നമ്മുടെ ക്രാങ്ക് ഷാഫ്റ്റ് ഒരു തീറ്റ ആംഗിളിൽ തിരിഞ്ഞെന്ന് വിചാരിക്കുക. സോ നമ്മുടെ പിസ്റ്റൺ എന്ന് സംഭവിക്കും, അത് TDCയിൽ നിന്ന് താഴേക്ക് മൂവ് ചെയ്യും. നമുക്കറിയാം വെലോസിറ്റി എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ആണ്. സോ നമുക്ക് വെലോസിറ്റി, പിസ്റ്റന്റെ വെലോസിറ്റി കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ആദ്യം ഡിസ്പ്ലേസ്മെന്റ് ആണ് കണ്ടുപിടിക്കണം. സോ ഇത് തീറ്റ ആംഗിളിലേക്ക് നമ്മുടെ ക്രാങ്ക് ഷാഫ്റ്റ് തിരിഞ്ഞപ്പോഴത്തേക്ക് പിസ്റ്റൺ ഒരു X ദൂരത്തിലേക്ക് ഇത് മാറി. സോ നമുക്ക് ആദ്യം നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ ഈ എക്സിന്റെ വാല്യൂ ആണ് നമുക്ക് ആദ്യം കണ്ടുപിടിക്കുന്നത്. സോ നമുക്ക് അത് കണ്ടുപിടിക്കാൻ തുടങ്ങിയാലോ. സോ എക്സ്, ഡിസ്പ്ലേസ്മെന്റ് എക്സ് എന്ന് പറയുന്നത് നമുക്കറിയാം B1 ആണ് അല്ലേ. നമുക്കതിനെ B1 എന്ന് എഴുതാം. അതെന്ന് പറഞ്ഞാൽ എന്താണ് B1 എന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെ എഴുതാമല്ലോ, BO മൈനസ് B1O എന്ന് എഴുതാമല്ലോ. സോ നമുക്ക് എഴുതാൻ പറ്റും BO മൈനസ് B1O. സോ BO എന്ന് വെച്ചാൽ എന്താണ്, ഞാൻ പറഞ്ഞു നമ്മുടെ ഈ A എന്ന് പറയുന്ന പോയിന്റ് ഇന്നർ ഡെഡ് സെന്ററിലായിരിക്കുമ്പോൾ പിസ്റ്റൺ TDCയിലായിരിക്കും. സോ അപ്പം BOയുടെ ലെങ്ത് എന്ന് പറയുന്നത് നമ്മുടെ കണക്റ്റിംഗ് റോഡിന്റെ ലെങ്ത് പ്ലസ് നമ്മുടെ ക്രാങ്ക് ഷാഫ്റ്റിന്റെ റേഡിയസ് ആയിരിക്കും. സോ നമുക്ക് എഴുതാം BO ഈക്വൽ ടു L പ്ലസ് R എന്ന് എഴുതാം. പിന്നെ B1O എന്ന് പറയുന്നത് നമുക്കറിയാം B1A1 പ്ലസ് A1O ആണ്. സോ നമുക്ക് എഴുതാം B1A1 പ്ലസ് A1O എന്ന് എഴുതാം. B1A1 അടങ്ങിയിരിക്കുന്ന ട്രയാങ്കിൾ എന്ന് പറഞ്ഞ ഇതാണ് B1A1A എന്ന് പറഞ്ഞ ട്രയാങ്കിൾ. സോ നമുക്കറിയാം കോസ് ബീറ്റ എന്ന് പറയുന്നത് അഡ്ജസെന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്, അതായത് B1A1 ഡിവൈഡ് ബൈ L. സോ നമുക്ക് ഇതിനകത്ത് B1A1 എങ്ങനെ എഴുതാം, B1A1 എന്ന് പറയുന്നത് അപ്പം L കോസ് ബീറ്റ ആയിരിക്കും. സോ നമുക്ക് എഴുതാൻ പറ്റും X ഈക്വൽ ടു L പ്ലസ് R മൈനസ് L കോസ് ബീറ്റ പ്ലസ്, അതേപോലെ തന്നെ A1O എന്ന് പറയുന്നതോ നമുക്കറിയാം A1O എന്ന് പറയുന്നത് അപ്പം R കോസ് തീറ്റ ആയിരിക്കും, അതായത് ഇതും അഡ്ജസെന്റ് സൈഡ് ആണ്. സോ കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ അഡ്ജസെന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് വിച്ച് ഈസ് R. നമുക്കപ്പം OA1 എന്ന് പറയുന്നത് R കോസ് തീറ്റ എന്ന് നമുക്ക് എഴുതാം. സോ കൺസിഡർ ചെയ്യാം, നമുക്ക് കോൺ റോഡ് റേഷ്യോ കൺസിഡർ ചെയ്യാം, അതേ കണക്റ്റിംഗ് റോഡിന്റെ റേഷ്യോ നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. L/R എന്ന് പറയുന്നത് N ആണെന്ന്. ഈ വാല്യൂ എപ്പോഴും ഓർത്തിരിക്കുക. സോ നമുക്ക് കോൺ റോഡ് റേഷ്യോ വെച്ചിട്ട് നമുക്ക് ഈ ഡിസ്പ്ലേസ്മെന്റ് ഒന്ന് റീപ്ലേസ് ചെയ്തൊന്ന് എഴുതിയാലോ. അപ്പോൾ നമുക്ക് എഴുതാം, അപ്പോൾ നമുക്ക് ഈ L-ന് പകരം എന്ത് എഴുതാം, RN എന്ന് എഴുതാമല്ലോ, അല്ലെങ്കിൽ NR എന്ന് നമുക്ക് എഴുതാം. സോ നമുക്ക് ഇവിടെ എഴുതാം NR പ്ലസ് R എന്ന് എഴുതാം, മൈനസ് L-നെ നമുക്ക് NR എന്ന് എഴുതാം, NR കോസ് ബീറ്റ പ്ലസ് R കോസ് തീറ്റ. സോ ഈ ടേമിൻ്റെ അകത്ത് എല്ലാത്തിനും നമുക്ക് നോക്കിയാൽ കാണാൻ കഴിയും R, അതായത് റേഡിയസ് എന്ന് പറയുന്നത് എല്ലാ പോർഷനിലും ഉണ്ട്. സോ നമുക്കത് കോമൺ ആയിട്ട് നമുക്കത് വെളിയിലെടുക്കാം. സോ R ഇൻറ്റു N+1 മൈനസ് N കോസ് ബീറ്റ പ്ലസ് കോസ് തീറ്റ എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, സൈൻ്റെ കോസിൻ്റെ ഒരു റിലേഷൻ നിങ്ങൾ ഓർക്കുന്നുണ്ടോ, അതായത് കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1 ആണ്. ഈ റിലേഷൻ ഓർക്കുന്നുണ്ടായിരിക്കുമല്ലോ. സോ നമുക്ക് ഇതിനകത്ത് ബീറ്റ ടേംസിൽ എങ്ങനെ എഴുതാം, കോസ് സ്ക്വയർ ബീറ്റ പ്ലസ് സൈൻ സ്ക്വയർ ബീറ്റ ഈക്വൽ ടു 1 ആണ്. സോ നമുക്ക് എഴുതാൻ കഴിയും കോസ് സ്ക്വയർ ബീറ്റ എന്ന് പറയുന്നത് 1 മൈനസ് സൈൻ സ്ക്വയർ ബീറ്റ ആണ്. അതായത് കോസ് ബീറ്റയെ നമുക്കപ്പോൾ എങ്ങനെ എഴുതാം, റൂട്ട് ഓഫ് 1 മൈനസ്
സൈൻ സ്ക്വയർ ബീറ്റ എന്ന് എഴുതാമല്ലോ. സോ കോസ് ബീറ്റ is equal to root of 1 minus sin square beta. ഈ ഫിഗർ നോക്കിയാൽ നമുക്ക് സൈൻ ബീറ്റ കാണാൻ പറ്റും. അതായത് സൈൻ ബീറ്റ എന്ന് പറയുന്നത് നമ്മുടെ a1 ഡിവൈഡ് ബൈ എൽ ആണ്. സോ നമ്മൾ a1 എന്നുള്ള ഡിസ്റ്റൻസിനെ നമ്മൾ y എന്ന് കൺസിഡർ ചെയ്യുകയാണ്. സോ നമുക്ക് എഴുതാൻ കഴിയും സൈൻ ബീറ്റ ഈക്വൽ ടു y ബൈ എൽ എന്ന്. സോ നമുക്ക് ഇവിടെ എഴുതാം root of 1 minus y by L the whole square. ഫിഗറിൽ നിന്ന് നമുക്ക് y ഈ തീറ്റയുടെ ടേംസിൽ നമുക്ക് എഴുതാൻ കഴിയുമല്ലോ. അതപ്പോൾ എങ്ങനെയാണ്? നമുക്ക് y എന്ന് പറയുന്നത് r സൈൻ തീറ്റ എന്ന് നമുക്ക് എഴുതാൻ കഴിയും. സോ നമുക്ക് അത് റീപ്ലേസ് ചെയ്യാം, y റീപ്ലേസ് ചെയ്യാം. സോ ഇതെന്ന് പറയുന്നത് റൂട്ട് ഓഫ് 1 മൈനസ് r സൈൻ തീറ്റ the whole square divided by L square. So equal to root of 1 minus r square by L square into sin square theta. സോ നമുക്കറിയാം ആർ ബൈ എൽ എന്ന് വെച്ചാൽ എന്താ? 1 ബൈ എൻ ആണ്. നമുക്കറിയാം എൽ ബൈ ആർ എന്ന് വെച്ചാൽ എൻ ആണ്. സോ ആർ ബൈ എൽ എന്ന് പറയുന്നത് 1 ബൈ എൻ. സോ നമുക്ക് ഇവിടെ എഴുതാൻ പറ്റും റൂട്ട് ഓഫ് 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ ഡിവൈഡ് ബൈ എൻ സ്ക്വയർ നമുക്ക് എഴുതാം. സോ ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്യുകയാണെങ്കിൽ എൻ സ്ക്വയർ മൈനസ് സൈൻ സ്ക്വയർ തീറ്റ ഡിവൈഡ് ബൈ എൻ സ്ക്വയർ നമുക്ക് എഴുതാം. അപ്പോൾ നമുക്ക് ഇതിനകത്ത് എൻ കോമൺ ആയിട്ട് എടുക്കാമല്ലോ. സോ നമുക്ക് 1 ബൈ എൻ ഇൻറ്റു റൂട്ട് ഓഫ് എൻ സ്ക്വയർ മൈനസ് സൈൻ സ്ക്വയർ തീറ്റ നമുക്ക് എഴുതാം. സോ കോസ് ബീറ്റയെ റീപ്ലേസ് ചെയ്യാനുള്ള ടേം നമുക്ക് കിട്ടി. നമുക്കിനി ഇത് നേരെ നമ്മുടെ എക്സിൻ്റെ ഇക്വേഷൻ അതോടെ നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എക്സ് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചാണ് ആർ ഇൻറ്റു എൻ പ്ലസ് 1 മൈനസ് എൻ കോസ് ബീറ്റ പ്ലസ് കോസ് തീറ്റ. സോ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ ആർ ഇൻറ്റു എൻ പ്ലസ് 1 മൈനസ് അപ്പം എന്നും കൂടെ ക്യാൻസൽ ആയിപ്പോവും. അപ്പോൾ ഇവിടെ ഉള്ളത് റൂട്ട് ഓഫ് എൻ സ്ക്വയർ മൈനസ് സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് തീറ്റ. ഇതൊന്നുകൂടെ റീഅറേഞ്ച് ചെയ്താൽ ആർ ഇൻറ്റു 1 minus cos theta plus n minus root of n square minus sin square theta നമുക്ക് എഴുതാം അല്ലേ. സോ നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് ഇക്വേഷൻ കിട്ടി. നമുക്കറിയാം n എന്ന് പറഞ്ഞാൽ എൽ ബൈ ആർ ആണ്, അതായത് കോൺ റോഡ് റേഷ്യോ ആണ്. നമ്മളിപ്പോൾ കൺസിഡർ ചെയ്യുകയാണ് അത് കണക്റ്റിംഗ് റോഡിന്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ ക്രാങ്ക് ഷാഫ്റ്റിന്റെ റേഡിയസിനെക്കാളും വളരെ അധികമാണെങ്കിൽ നമുക്ക് ഈ എൻ സ്ക്വയർ എന്ന് പറഞ്ഞ വാല്യൂ വളരെ ഉയർന്ന വാല്യൂ, ഈ തീറ്റയുടെ വാല്യൂ ഒരുപാട് കുറയുകയും ചെയ്യും. സോ നമുക്ക് എൻ സ്ക്വയർ മൈനസ് സൈൻ സ്ക്വയർ തീറ്റ എന്നുള്ളത് നമുക്ക് റൂട്ട് ഓഫ് എൻ സ്ക്വയർ എന്ന് എഴുതാം. സോ എൻ സ്ക്വയർ എന്ന് പറഞ്ഞ് റൂട്ട് ഓഫ് എൻ സ്ക്വയർ എന്ന് പറഞ്ഞ് എൻ ആണ്. നമുക്കപ്പം ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്തിട്ട് എക്സ് ഈക്വൽ ടു ആർ ഇൻറ്റു 1 മൈനസ് കോസ് തീറ്റ എന്ന് എഴുതാം സിംപ്ലിഫൈ ചെയ്യുകയാണെങ്കിൽ. ഡിസ്പ്ലേസ്മെന്റ് ഇക്വേഷൻ നമുക്കൊന്ന് എടുത്തെഴുതാം. എക്സ് ഈക്വൽ ടു ആർ ഇൻറ്റു 1 മൈനസ് കോസ് തീറ്റ പ്ലസ് എൻ മൈനസ് റൂട്ട് ഓഫ് എൻ സ്ക്വയർ മൈനസ് സൈൻ സ്ക്വയർ തീറ്റ. ഇവിടെ നമ്മൾ ഇപ്പം കണക്റ്റിംഗ് റോഡിൻ്റെ ലെങ്ത് വളരെ കൂടുതലാണെന്ന് അൺസ്യൂം ചെയ്യുവാണെങ്കിൽ ഇത് രണ്ട് ക്യാൻസൽ ആയി പോകും. എൻ മൈനസ് എൻ 0, പിന്നെ നമുക്ക് വാല്യൂ എന്ന് പറഞ്ഞാൽ ആർ ഇൻറ്റു 1 മൈനസ് കോസ് തീറ്റ മാത്രമേ ഉള്ളൂ. സോ പക്ഷേ എല്ലാ എഞ്ചിൻ്റെയും കണക്റ്റിംഗ് റോഡിൻ്റെ ഒരു നീളം വെച്ചാൽ ഒരുപാട് കൂടുതലല്ല, കാരണം കണക്റ്റിംഗ് റോഡിൻ്റെ ലെങ്ത് ഒരുപാട് കൂട്ടിയാൽ എഞ്ചിൻ്റെ സൈസ് അമിതമായിട്ട് വർദ്ധിക്കും. സോ കണക്റ്റിംഗ് റോഡിൻ്റെ ലെങ്ത് ഒരുപാട് കൂടുതലായിട്ടുള്ള എഞ്ചിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതിൻ്റെ മോഷൻ എന്ന് വെച്ചാൽ സിമ്പിൾ ഹാർമോണിക് മോഷൻ ആയിരിക്കും. പക്ഷേ
എല്ലാ എൻഡിൻ്റെ കണക്റ്റിംഗ് റോഡ് ലെങ്ത് ഒരുപാട് വലുതാക്കത്തില്ല, ഞാൻ നേരത്തെ പറഞ്ഞ കാരണം കാണണം. സോ നമുക്കപ്പം അങ്ങനെ ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടി. അപ്പം നമുക്കിനി അടുത്ത വെലോസിറ്റി കണ്ടുപിടിച്ചാലോ. സോ നമുക്കിനി പിസ്റ്റൻ്റെ വെലോസിറ്റി, നമ്മുടെ മെയിൻ സ്റ്റെപ്പായിട്ടുള്ള പിസ്റ്റൻ്റെ വെലോസിറ്റി കണ്ടുപിടിക്കാം. സോ വെലോസിറ്റി എന്ന് പറയുന്നത് എന്താണ്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. സോ നമുക്ക് വി ഈക്വൽ ടു ഡി എക്സ് ബൈ ഡി ടി എന്ന് എഴുതാം അല്ലേ. എക്സ് എന്ന് വെച്ചാൽ ഡിസ്പ്ലേസ്മെൻറ്റ്, ആ ഡിസ്പ്ലേസ്മെൻറ്റ് വിത്ത് റെസ്പെക്ട് ടു ടൈം, അതിന് ഡിസ്പ്ലേസ്മെൻറ്റ് വരുന്ന ചേഞ്ചിനെയാണ് വെലോസിറ്റി എന്ന് പറയുന്നത്. സോ നമുക്കിതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഡി എക്സ് ബൈ ഡി തീറ്റ ഇൻറ്റു ഡി തീറ്റ ബൈ ഡി ടി എന്ന് എഴുതാം. ഇവിടെ നമ്മളൊന്നും ചെയ്തില്ല, തീറ്റ വെച്ചിട്ട് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും മൾട്ടിപ്ലൈ ചെയ്തേ ഉള്ളൂ. നമുക്കറിയാം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗിൾ വിത്ത് റെസ്പെക്ട് ടു ടൈം എന്ന് വെച്ചാൽ എന്താണ്? ആംഗുലർ വെലോസിറ്റി ആണ് അല്ലേ. ആംഗുലർ വെലോസിറ്റി എന്ന് വെച്ചാൽ എന്താണ്? ഒമേഗ. സോ നമുക്ക് ഡി എക്സ് ബൈ ഡി തീറ്റ ഇൻറ്റു ഒമേഗ എന്ന് എഴുതാം. സോ ഡി ബൈ ഡി തീറ്റ ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് ഇക്വേഷൻ 1 മൈനസ് cos theta പ്ലസ് n മൈനസ് റൂട്ട് ഓഫ് n സ്ക്വയർ മൈനസ് സൈൻ സ്ക്വയർ തീറ്റ. സോ നമുക്കിനി ഡിറൈവ് ചെയ്യാം. ഡി ബൈ ഡി തീറ്റ ഓഫ് 1 മൈനസ് കോസ് തീറ്റ, അപ്പോൾ ഇവിടെ ഒരു ഒമേഗയും കൂടെ ഉണ്ട് കേട്ടോ, പ്ലസ് ഡി ബൈ ഡി തീറ്റ ഓഫ് n മൈനസ് റൂട്ട് ഓഫ് n സ്ക്വയർ മൈനസ് സൈൻ സ്ക്വയർ തീറ്റ ഇൻറ്റു ഒമേഗ. ഡെറിവേറ്റീവ് ഓഫ് 1 എന്ന് പറഞ്ഞാൽ 0 ആണ്. അപ്പോൾ 0 മൈനസ് ഡെറിവേറ്റീവ് ഓഫ് കോസ് തീറ്റ എന്ന് വെച്ചാൽ മൈനസ് സൈൻ തീറ്റ. സോ ഡെറിവേറ്റീവ് ഓഫ് മൈനസ് കോസ് തീറ്റ എന്ന് വെച്ചാൽ പ്ലസ് സൈൻ തീറ്റ വരും, പ്ലസ് ഡെറിവേറ്റീവ് ഓഫ് n എന്ന് വെച്ചാൽ അതും 0 അല്ലേ, 0 മൈനസ്. ഇനി ഡെറിവേറ്റീവ് ഓഫ് റൂട്ട് ഓഫ് n സ്ക്വയർ മൈനസ് സൈൻ സ്ക്വയർ തീറ്റ, അതായത് ഡി ബൈ ഡി തീറ്റ ഓഫ് n സ്ക്വയർ മൈനസ് സൈൻ സ്ക്വയർ തീറ്റ. റൂട്ട് എന്ന് വെച്ചാൽ റൈസ് ടു 1/2. സോ എന്ന് വെച്ചാൽ സൈൻ തീറ്റ പ്ലസ്, നമ്മളൊരു 6 മിസ്സായിട്ടുണ്ടല്ലേ. ഓക്കെ, ഇവിടെ ഒരു 6 ഉണ്ട്. ഓക്കെ, സോ നമുക്ക് സൈൻ തീറ്റ പ്ലസ് ഡെറിവേറ്റീവ് ഓഫ്, ഇപ്പം നമുക്ക് ഇവിടെ പ്രൊഡക്റ്റ് റൂളും വരും. സോ ഡെറിവേറ്റീവ് ഓഫ് 1 n എക്സ് റൈസ് ടു n മൈനസ് 1 എന്നാണല്ലോ വരുന്നത്, n സ്ക്വയർ മൈനസ് സൈൻ സ്ക്വയർ തീറ്റ റൈസ് ടു മൈനസ് 1/2 എന്ന് വരും. ഓക്കെ, ഇത് ഇൻറ്റു, ഇപ്പോൾ ഇൻസൈഡ് ചെയ്യുമ്പോഴത്തേക്ക് ഡെറിവേറ്റീവ് ഓഫ് n സ്ക്വയർ എന്ന് വെച്ചാൽ 0 ആണ്, കാരണം അതൊരു കോൺസ്റ്റൻ്റ് ആണ്. ഡെറിവേറ്റീവ് ഓഫ് സൈൻ സ്ക്വയർ തീറ്റ എന്ന് വെച്ചാൽ ഇൻറ്റു മൈനസ് 2 സൈൻ തീറ്റ എന്ന് എഴുതാം. ഡെറിവേറ്റീവ് ഓഫ് സൈൻ തീറ്റ എന്ന് വെച്ചാലോ കോസ് തീറ്റ ആണ് അല്ലേ. സോ കോസ് തീറ്റ ഹോൾ ഇൻറ്റു ആർ ഒമേഗ ഉണ്ട്. സോ ഇവിടെ മൈനസ് ഉണ്ട്, ഇവിടെ മൈനസ് ഉണ്ട്, മൈനസും മൈനസും കൂടെ ക്യാൻസൽ ആവും, അപ്പോൾ അവിടെ പോസിറ്റീവ് ആവും. സോ ആർ ഒമേഗ ഇൻറ്റു സൈൻ തീറ്റ പ്ലസ് ടു സൈൻ തീറ്റ കോസ് തീറ്റ എന്ന് വെച്ചാൽ സൈൻ 2 തീറ്റ ആണ്. നമുക്കപ്പം അതിനെ റീപ്ലേസ് ചെയ്തിട്ട് സൈൻ 2 തീറ്റ എന്ന് എഴുതാം. സൈൻ 2 തീറ്റ ഡിവൈഡ് ബൈ 2 ഇൻറ്റു n സ്ക്വയർ മൈനസ് സൈൻ സ്ക്വയർ തീറ്റ റേസ് ടു മൈനസ് 1/2. സോ നമുക്കതിനെ ഡിനോമിനേറ്ററിലോട്ട് എഴുതാം. 2 ഇൻറ്റു n സ്ക്വയർ മൈനസ് സൈൻ സ്ക്വയർ തീറ്റ എഴുതാം റേസ് ടു 1/2. സോ നമ്മൾ പിസ്റ്റണിൻ്റെ വെലോസിറ്റി കണ്ടുപിടിച്ചിരിക്കുന്നു. നമുക്കൊന്ന് എടുത്തെഴുതാം. വി ഈക്വൽ ടു ആർ ഒമേഗ ഇൻറ്റു സൈൻ തീറ്റ പ്ലസ് സൈൻ 2 തീറ്റ ഡിവൈഡ് ബൈ 2 ഇൻറ്റു റൂട്ട് ഓഫ് n സ്ക്വയർ മൈനസ് സൈൻ സ്ക്വയർ തീറ്റ. സിമിലർലി നമ്മൾ ഇവിടെയും കൺസിഡർ ചെയ്യുകയാണ് കണക്റ്റിംഗ് റോഡിൻ്റെ ലെങ്ത് വളരെ കൂടുതലാണെങ്കിൽ എന്നിൻ്റെ വാല്യൂ എന്ന് വെച്ചാൽ വളരെ കൂടുതലായിരിക്കും. സോ n സ്ക്വയർ വെച്ചാൽ വലിയ വാല്യൂ ആയിരിക്കും.
സോ സൈൻ സ്ക്വയറിനെ അപേക്ഷിച്ചിട്ട് എൻ സ്ക്വയർ ഒരുപാട് വലുതായതുകൊണ്ട് തന്നെ ഈ വാല്യൂ നമുക്ക് റീപ്ലേസ് ചെയ്ത് റൂട്ട് ഓഫ് എൻ സ്ക്വയർ എഴുതാം, അതായത് എൻ എന്ന് എഴുതാം. സോ നമുക്ക് എഴുതാം വെലോസിറ്റി വി ഈക്വൽ ടു ആർ ഒമേഗ ഇൻറ്റു സൈൻ തീറ്റ പ്ലസ് സൈൻ 2θ ഡിവൈഡ് ബൈ 2n എന്ന് നമുക്ക് എഴുതാം. സോ ഇതാണ് വെലോസിറ്റിയുടെ ഇക്വേഷൻ. ഓൾറെഡി സൈൻ 2θ, അതായത് നമ്മുടെ കണക്റ്റിംഗ് റോഡിൻ്റെ ലെങ്ത് ഒരുപാട് കൂടുതലാണെങ്കിൽ അറിയാം എന്നിൻ്റെ വാല്യൂ എന്ന് വെച്ചാൽ വളരെ കൂടുതലായിരിക്കും. സോ സൈൻ തീറ്റയും സൈൻ 2θയുടെ വാല്യൂ എന്ന് വെച്ചാൽ വളരെ കുറവായിരിക്കും. സോ അതിനെ ഈ ഇത്രയും വലിയ വാല്യൂ വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ ഈ വാല്യൂ എന്ന് വെച്ചാൽ വളരെ കുറഞ്ഞ വാല്യൂ ആയിരിക്കും. സോ നമുക്ക് ഒരുപാട് വലുതാണെങ്കിൽ വീണ്ടും ഇതിനെ ചെറുതാക്കിയിട്ട് നമുക്ക് ആർ ഒമേഗ സൈൻ തീറ്റ എന്ന് വേണമെങ്കിലും എഴുതാം. സോ ഇതാണ് വെലോസിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. അതായത് നമുക്ക് ഏതൊരു റെസിപ്രോക്കേറ്റിംഗ് ഇന്റേണൽ കമ്പഷൻ എഞ്ചിൻ ആണെങ്കിലും അതിൻ്റെ പർട്ടിക്കുലർ ക്രാങ്ക് കറക്റ്റ് എത്ര ആംഗിൾ ആണോ അത് ആ ആംഗിൾ വരുമ്പോൾ കറക്റ്റ് എത്ര വെലോസിറ്റി ആയിരിക്കും ആ പിസ്റ്റൺ ഉള്ളതെന്ന് നമുക്ക് ഈ വാല്യൂ വെച്ചിട്ട്, അതായത് ഈ ഇക്വേഷൻ വെച്ചിട്ട് എക്സാക്റ്റ് അതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.